അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹ സമ്പന്നരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ അറിവുകളും അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്, വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഫുർഖാനുൽ അദീം. ആ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ നമ്മളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ് മുതൽ തുടങ്ങുന്ന ഖുർആൻ, ആ ഖുർആൻ പഠിപ്പിക്കണമെങ്കിലും അതിൻ്റേതായ നിയമങ്ങളും നിയമസംഹിതകൾ അറിഞ്ഞിരിക്കൽ നമുക്ക് ബാധ്യതകളാണ്. ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ അതിനൊരുപാട് നിബന്ധനകളുണ്ട്, അതിനൊരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഖുർആൻ്റെ തജ്വീദുമായിട്ടുള്ള ഒന്നാമത്തെ പാർട്ട് മഖാരിജുൽ ഹുറൂഫ് എന്ന പാർട്ടാണ് ഒന്നാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അറബി അക്ഷരങ്ങൾ മനസ്സിലാക്കണം, എല്ലാ മുത്തുമുഅ്മിനീങ്ങളും മനസ്സിലാക്കണം. ഖുർആൻ ഓതുന്നവരാണ് നമ്മളൊക്കെ. അറബി അക്ഷരങ്ങൾ 28 അക്ഷരങ്ങളാണ് അറബി അക്ഷരങ്ങൾ. എന്നാൽ തജ്വീദുൽ ഹംസ എന്ന അക്ഷരത്തെ ഒരു മുഖ്യ അക്ഷരമായി എണ്ണുന്നതിനാൽ അക്ഷരങ്ങൾ 29 ആകുന്നു. മനസ്സിലായോ? തജ്വീദിൽ ഹംസ എന്ന അക്ഷരത്തെ ഒരു മുഖ്യ അക്ഷരമായി ഉന്നയിക്കുന്നതിന് എണ്ണുന്നതിന് അക്ഷരങ്ങൾ 29 ആകുന്നു. അപ്പോൾ ഹംസയെ കൂടി കൂട്ടുമ്പോൾ എത്ര ആവും? 29 ആവും, ഇല്ലെങ്കിൽ 28 ആവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഓരോ അക്ഷരവും നിശ്ചിത സ്ഥാനങ്ങളിൽ നിന്ന് വേണം ഉച്ചരിക്കുവാൻ. ഓരോ അക്ഷരങ്ങളും അതിൻ്റേതായ ഓരോ വീടുകളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തു നിന്നായിരിക്കണം ഓരോ അക്ഷരങ്ങളും നമുക്ക് ഉച്ചരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിന് മഖ്റജ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിൻ്റെ പേരാണ് മഖ്റജ് എന്ന് പറയപ്പെടുന്നു. അതായത് വായയുടെ തുറന്ന സ്ഥലം, തൊണ്ട, നാക്ക്, 2 ചുണ്ട്, തരിമൂക്ക് എന്നിങ്ങനെ 5 പൊതുവായ മഖ്റജുകൾ ഉണ്ട്. ഇവയെ 17 പ്രത്യേക മഖ്റജുകളാക്കി തിരിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? വാഴയുടെ തുറന്ന സ്ഥലം, തൊണ്ട, നാക്ക്, 2 ചുണ്ട്, തരിമൂക്ക് എന്നിങ്ങനെ 5 മഖ്റജുകളാണ്
ഈ മഖാരിജുൽ ഹുറൂഫിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവയെ 17 പാർട്ടുകളായി 17 പ്രത്യേക മഖ്റജുകളാക്കി തിരിച്ചിരിക്കുന്നു. അപ്പോൾ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങളാണ് ഇനി നമുക്ക് പ്രതിപാദിക്കാനുണ്ട്. ഇപ്പോൾ മഖാരിജുൽ ഹുറൂഫ് പഠിച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം നോക്കുക. അതിൽ 6 അക്ഷരങ്ങളുണ്ട്. ഹുറൂഫു ഹൽക്കിൻ സിത്തത്തുൻ അംസും ബഹാ ഐനും ബഹാഉൻ സുമ്മ ഗൈനുൻ സുമ്മ ഖാ. ഹുറൂഫു ഹൽക്കിൻ സിത്തത്തുൻ അംസും ബഹാ ഐനും ബഹാഉൻ സുമ്മ ഗൈനുൻ സുമ്മ ഖാ. ഇതാണ് 6 അക്ഷരങ്ങൾ. അതായത് 1 അംസ് ഹാ, 1 അംസ് ഹാ, 2 ഐന് ഹാ, 3 ഗൈന് ഖാ. അപ്പം ഇങ്ങനെ 6 അക്ഷരങ്ങൾ. അംസ് ഹാ, ഐന് ഹാ, ഗൈന് ഖാ. അതിലൊന്നാമത്തെ വരുന്ന അംസ് ഹ എന്ന അക്ഷരം വരുന്ന തൊണ്ടയുടെ താഴെ അറ്റം. തൊണ്ട എവിടെയാണ്? തൊണ്ടയുടെ താഴെ അറ്റം. ഹാ അല്ലേ? അംസ് ആ ഹ ഹ എന്ന അക്ഷരം തൊണ്ടയുടെ താഴെ അറ്റം. ഐന് ഹ തൊണ്ടയുടെ മധ്യം. തൊണ്ടയുടെ ഹ ഹ അല്ലേ? ഐന് ആ ഹ. മറ്റതോ തൊണ്ടയുടെ മേലേറ്റം ഖാ ഖൈൻ ഗാലിബ് അല്ലേ? ഖാരി. ഇതാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം. എൻ്റെ പ്രിയപ്പെട്ടക്കാരെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഖുർആനിൻ്റെ നിയമങ്ങളും ഇൻഷാ അല്ലാഹ് പഠിക്കുക, ഖുർആനും പഠിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇത് നമ്മളെ ചാനലിലുണ്ട്, എല്ലാവരും കാണണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രത്യേകമായി പറയാനുള്ളത്, എല്ലാവരും ഇത് കാണുക, എല്ലാവരും ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു